ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. 28 ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 7 പ്രാക്ടീസാണ്. അപ്പോൾ 7th ഡേയിൽ ദ മാജിക്കൽ വേ ഔട്ട് ഓഫ് നെഗറ്റിവിറ്റി, അതായത് എങ്ങനെ നെഗറ്റിവിറ്റിയിൽ നിന്നും പുറത്ത് കടക്കാം, അതാണ് ഇന്നത്തെ പ്രാക്ടീസ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നെഗറ്റീവ് തോട്ട്സൊക്കെ മാറ്റി പോസിറ്റീവ് ആക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിനെല്ലാം കൂടിയുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നന്ദിയുള്ള ഒരു വ്യക്തി, അതായത് നന്ദിയുടെ മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി അവർക്ക് വരികയാണെങ്കിലും അവർ അതിന് നന്ദിയുള്ളവരായിരിക്കും. അവർക്ക് ഇനി സക്സസ് ഉണ്ടായാലും ശരി, അവർ അതിന് നന്ദി ഉണ്ടായിരിക്കും അവർക്ക്. അപ്പോൾ ഒന്നിനും അവർ പരാതി പറയില്ല. എന്നാൽ നെഗറ്റീവ് തോട്ട് ഇല്ലാത്ത ആരും തന്നെ ഈ ലോകത്തില്ല. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട് ഉണ്ടാകാറുണ്ട്. ഈ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ മാറ്റി ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിൽ നിറയ്ക്കാം എന്ന് നോക്കാം. എന്നോട് എൻ്റെ ക്ലാസ്സിൽ വരുന്നവരും അതുപോലെ തന്നെ എന്നെ വിളിക്കുന്ന ആളുകളെല്ലാം തന്നെ ചോദിക്കുന്നത്, എനിക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്തകളാണ് വരുന്നത്, അത് എങ്ങനെ മാറ്റിയെടുക്കാം? എനിക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറയാറുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അതെന്താണ് ചെയ്യേണ്ട ഒരു വഴിയെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മറികടക്കാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താണെന്നറിയാമോ? നമ്മിൽ ഗ്രാറ്റിറ്റ്യൂഡ് നിറയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് നിറയുമ്പോൾ നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ ഇല്ലാതാകും. ഇത് മാത്രമേ ഉള്ളൂ നെഗറ്റീവ് മാറ്റാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത്. നമ്മുടെ ഏത് സാഹചര്യമായാലും അതിൽ നല്ല വശങ്ങൾ മാത്രം കാണുക. ഏതൊരു പ്രശ്നമായാലും അതിൽ ഒരു പോസിറ്റീവ് സൈഡുണ്ട്. ആ ഒരു പോസിറ്റീവ് വശം മാത്രം കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. അച്ഛനുമായിട്ട് പിണക്കത്തിലായിരിക്കുന്ന മകൻ പറയുകയാണ്, എൻ്റെ അച്ഛൻ എന്നെ എപ്പോഴും വഴക്ക് പറയാണ്, എന്നോട് ഒട്ടും തന്നെ സ്നേഹമില്ല എന്നൊക്കെ ഇങ്ങനെ പരാതി പറയുന്നതിന് പകരമായിട്ട് ഈ രീതിയിൽ ചിന്തിക്കാം. കുട്ടിക്കാലത്ത് അച്ഛൻ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തിട്ട് നന്ദി പറയാം. ഇനി അച്ഛനും ഞാനും തമ്മിൽ സ്നേഹത്തിൽ കഴിയുന്നത് നന്ദി എന്ന് പറയാം. ഇതുപോലെ പോസിറ്റീവായിട്ട് എഴുതി ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നം എടുക്കുക, എന്നിട്ട് ആ പ്രശ്നത്തിൻ്റെ 10 പോസിറ്റീവ് വശങ്ങൾ എഴുതുക. അതിനുശേഷം ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയാം. അവസാനം ഇങ്ങനെ എഴുതുക, എനിക്ക് ഈ കാര്യത്തിലുള്ള പ്രശ്ന പരിഹാരം കണ്ടു കഴിഞ്ഞതിന് നന്ദി എന്ന് എഴുതുക. എന്നിട്ട് ആ കാര്യത്തെ യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക. എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിരിക്കുക. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിനോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനും എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായിട്ട് വരാം. ബൈ.